പ്രപഞ്ചോപശമസ്യോ അദ്വൈതം ഓങ്കാര ആത്മൈവ സംവിശതി ആത്മന ആത്മാനം ഏവം വേദ. അലാദശാന്തി പ്രകടനത്തിൽ 54. ഏവം ന ചിത്തജാ ധർമ്മ ചിത്തം ഭാപിന ധർമ്മജം ഏവം ഹേതുഫലാജാതിം പ്രവിശന്തി മനീഷിണഃ. ഏവം യഥോക്തേഭ്യോ ഹേതുഭ്യോ ആത്മവിജ്ഞാനസ്വരൂപമേവ ചിത്തം ഇതി ന ചിത്തജാ ബാഹ്യധർമ്മ നാമേ ബാഹ്യധർമ്മജം ചിത്തം വിജ്ഞാനസ്വരൂപാഭാസമാത്രത്വാൽ സർവധർമ്മാണാം. യഥോക്തേഭ്യോ ഹേതുഭ്യോ മുമ്പ് പറഞ്ഞു. ഒരു ദ്രവ്യം, ഒരു വസ്തുവിനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ നമ്മൾ മറ്റൊന്നിന്റെ കാരണമായി കാണുന്നു. പക്ഷേ ഇവിടെ ചിത്തം, ചിത് വിജ്ഞപ്തി, അത് ഒന്നിന്റെയും കാരണമല്ല, ഒന്നിന്റെയും കാര്യവുമല്ല. കാരണം അതൊരു വസ്തുവല്ല. ഏവം ഇതുവരെ പറഞ്ഞ കാരണങ്ങളനുസരിച്ച് ചിത്തത്തിന് പരസ്പരം കാര്യകാരണം ഭാവം സ്വീകരിക്കാൻ കഴിയത്തില്ല. കാരണം അത് ഭേദമില്ല. ചിത്തം ഏകമാണ്. പറഞ്ഞല്ലോ, അജം ഏകം ആത്മതത്വം എന്ന് പറഞ്ഞു. തത്വം അജവും ഏകവുമാണ്. അജവും ഏകവുമായിരിക്കുന്ന അതിന് എങ്ങനെ കാര്യകാരണഭാവത്തിൽ വരാൻ പറ്റും? കാര്യകാരണഭാവം വരണമെങ്കിൽ രണ്ടെണ്ണം വേണം. ഏകത്തിൽ അത് സാധ്യമല്ല. കാരണം യഥോക്തേഭ്യോ ഹേതുഭ്യോ മുമ്പ് പറഞ്ഞ ഹേതുക്കൾ അനുസരിച്ച് ആത്മവിജ്ഞാന സ്വരൂപമേവ ചിത്തം. ആത്മവിജ്ഞാന സ്വരൂപം എന്ന് വെച്ചാൽ ആത്മസ്വരൂപ വിജ്ഞാനം. ചിത്തം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്ന അർത്ഥമല്ല ഇവിടെ എടുക്കേണ്ടത്. ആത്മസ്വരൂപമായിരിക്കുന്ന വിജ്ഞാനം. ആത്മാവെന്ന് പറയുന്നത് വിജ്ഞാനമാണ്. അതിനെ തന്നെയാണ് ഇവിടെ ചിത്തം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന ജീവാത്മാ, പരമാത്മാ തുടങ്ങിയ ചിന്തകളൊന്നും ഇവിടെയില്ല. അങ്ങനെയുള്ള ഭേദമോ അഭേദമോ ഒന്നുമില്ല ഇവിടെ. ഇവിടെ കേവലം വിജ്ഞാനം. അതുതന്നെയാണ് ചിത്തം. വിജ്ഞാനത്തിൽ നിന്ന് വേറിട്ടൊരു ചിത്തമില്ല. ചിത്തം, മനസ്സ്, ബുദ്ധി അങ്ങനെയൊന്നും വേറിട്ടില്ല. ഒന്നേയുള്ള വിജ്ഞാനം. എന്താണ് വിജ്ഞാനം?
സർവപ്രതീതികളും എവിടെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് വിജ്ഞാനം. വിജ്ഞാനത്തിൽ നമ്മൾ ദേശഭേദം കൽപ്പിക്കുന്നു. ഒന്നകം, മറ്റൊന്ന് പുറം. അന്തർബഹി രണ്ടായി കൽപ്പിക്കുന്നു, ഉള്ളും പുറവും. ദേശത്തെ കൽപ്പിക്കുന്നതാണ് വിജ്ഞാനം. അപ്പോൾ എന്നിട്ട് കരുതുന്നു വസ്തുക്കൾ പുറത്ത്, വിജ്ഞാനം ഉള്ളിൽ എന്ന് കൽപ്പിക്കുന്നു. ഇത് ചിത്തത്തിൽ വരുന്ന, വിജ്ഞാനത്തിൽ വരുന്ന കേവലം കൽപ്പനയാണ്. അങ്ങനെ കൽപ്പിച്ചിട്ട് എന്ത് പറയുന്നു? പുറമേ ബാഹ്യധർമ്മ എന്നാണ് പറയുന്നത്, ചിത്തജ, അങ്ങനെ ചിലർ പറയും. ഈ പുറമേ കാണുന്ന ഇതെല്ലാം ചിത്തജ, ഉള്ളിലുള്ള ഈ ചിത്തത്തിൽ നിന്നും ഉണ്ടായതാണ്. അങ്ങനെ ചിലർ പറയുന്നുണ്ട്. ബൗദ്ധന്മാരും മറ്റും അങ്ങനെ പറയുന്നു. ചിത്തത്തിൽ നിന്ന് സർവം ഉണ്ടായി. അദ്വൈതവും എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കാതെ ചിലപ്പോൾ പറയും എന്താണ്, എല്ലാം മനസ്സിന്റെ സൃഷ്ടിയാണ്, ചിത്തത്തിന്റെ സൃഷ്ടിയാണ് ഇതെല്ലാം. അങ്ങനെ പറയണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഈ ചിത്തത്തിൽ തന്നെ ബാഹ്യത്തെ കൽപ്പിക്കണം, അവിടെ വസ്തുക്കളെ കൽപ്പിക്കണം. ആ വസ്തുക്കൾ ചിത്തത്തിന്റെ സൃഷ്ടിയാണെന്ന് പറയും. സാധാരണ പറഞ്ഞു വരുന്നതാണ്. അതിനിവിടെ നിഷേധിക്കുന്നു. ന ചിത്തജ ബാഹ്യധർമാഹ, ബാഹ്യധർമ്മങ്ങൾ ചിത്തത്തിന്റെ സൃഷ്ടിയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് ശരിയല്ല. എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറയുന്നത്? ഇവിടെ അജാതിയാണ് തീർച്ചയായും. ഒരു തരത്തിലും സൃഷ്ടി ഇവിടെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം ചിത്തത്തിന്റെ സൃഷ്ടിയാണ്, മനസ്സിന്റെ സൃഷ്ടിയാണെന്ന് അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ എന്നാൽ പിന്നെ പലയിടത്തും അങ്ങനെ പറയുന്നതോ മനസ്സിന്റെ സൃഷ്ടിയാണെന്ന് പറയുന്നില്ല. അദ്വൈത ഗ്രന്ഥങ്ങളിൽ തന്നെ പലയിടത്തും പറയുന്നുണ്ട്. അതോ അതിന്റെ താല്പര്യം ജാതി അല്ലെങ്കിൽ ജന്മത്തെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ താല്പര്യം എന്താണ്? ഇതെല്ലാം ചിത്തത്തിൽ പ്രതീതമാകുന്നു എന്നേ ഉള്ളൂ. ചിത്തത്തിൽ എങ്ങനെ പ്രതീതമാകുന്നു? ബാഹ്യമായി ഇത് നിലനിൽക്കുന്നത് പോലെ പ്രതീതമാകുന്നു. ബാഹ്യമായി നിലനിൽക്കുന്നത് പോലെ എന്ന് പറഞ്ഞാലും പോരാ. ചിത്തത്തെ ആശ്രയിക്കാതെ ബാഹ്യമായി വസ്തുക്കൾ സ്വതന്ത്രമായി നിലനിൽക്കുന്നത് പോലെ പ്രതീതമാകുന്നു, അങ്ങനെ അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് ചിത്തം പദാർത്ഥങ്ങളെ സൃഷ്ടിക്കുന്നു എന്ന് ചിലയിടത്ത് പറയുന്നു. അത് സൃഷ്ടിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, കേവല പ്രതീതി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ കേവല പ്രതീതി എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ താല്പര്യം? എങ്ങനെയാണോ ബാഹ്യവസ്തുക്കൾ ചിത്തത്തിൽ പ്രതീതമാകുന്നത് അതുപോലെ അതിന്റെ സൃഷ്ടി, സ്ഥിതി, നാശം മൂന്നും പ്രതീതി മാത്രം. അവയ്ക്ക് വസ്തുസ്ഥിതിയില്ല, വാസ്തവികമായ നിലനിൽപ്പ് അതിനില്ല. അത് പരമാർത്ഥത്തിൽ ഉണ്ടാകുകയോ നിലനിൽക്കുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല. ഇനി അദ്വൈതത്തിൽ ഇങ്ങനെ പറയുന്നു, ഭൗതികമായി ചിന്തിക്കുമ്പോൾ എന്ന് പറയുന്നു, ബാഹ്യമായ ഭൗതികമായ വസ്തുക്കൾക്ക് പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുന്നവരെന്താണ് പറയുന്നത്? ബാഹ്യധർമ്മജം ചിത്തം. ചിത്തബാഹ്യമായ വസ്തുക്കളിൽ നിന്നും ചിത്തം
ഉണ്ടായി എന്ന് പറയുന്നു. ചിത്തബാഹ്യമായ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള ബാഹ്യവസ്തുക്കൾ, അതിനെ ആശ്രയിച്ചിട്ടാണ് ചിത്തം ഉണ്ടായതെന്ന് പറയുന്നത്. അത് നമുക്ക് ശരിയാണെന്ന് തോന്നുന്നു. കാരണം സാധാരണ പറയുന്നുണ്ടല്ലോ, നമ്മുടെ തലച്ചോറ്, ആ തലച്ചോറിൽ നിന്ന് മനസ്സുണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ ബോധം ഉണ്ടായി എന്ന് പറയുന്നു. പിന്നെ ബാഹ്യമായി വസ്തുക്കൾ എങ്ങനെയാണോ അങ്ങനെ ബോധം ഗ്രഹിക്കുന്നു. ഒന്ന് തലച്ചോറിനെ ആശ്രയിച്ചുണ്ടായി, അതതിന്റെ തുടക്കം. അങ്ങനെ ഉണ്ടായിട്ട് ബാഹ്യ വിഷയങ്ങളെ അതെങ്ങനെ ഗ്രഹിക്കുന്നു, എങ്ങനെയാണോ വിഷയങ്ങൾ അതുപോലെ ഗ്രഹിക്കുന്നു. പുസ്തകത്തെ പുസ്തകമായി ഗ്രഹിക്കുന്നു, പേനയെ പേനയായി ഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, വിഷയങ്ങളെ ആശ്രയിച്ചാണ് ചിത്തം സ്ഫുരിക്കുന്നത്, ബോധം. അതുകൊണ്ട് ആ ബോധസ്ഫുരണത്തിന്, പ്രതിക്ഷണം മാറി വരുന്ന ബോധസ്ഫുരണത്തിന് ബാഹ്യമായ വിഷയങ്ങൾ കാരണമാണ്. അതുകൊണ്ട് ബാഹ്യധർമ്മജം ചിത്തം. രണ്ടു തരത്തിൽ. ഒന്ന് നമ്മുടെ തലച്ചോറിൽ നിന്നുണ്ടായി, ബാഹ്യമായ വിഷയങ്ങളെ ആശ്രയിച്ച് അതിൽ പിന്നെ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. നാഭി അതും ശരിയല്ല എന്നാണ്. ഇവിടെ പറയുന്നത് എന്താണ്? ചിത്തത്തിൽ നിന്ന് ബാഹ്യമായ വിഷയങ്ങൾ ഉണ്ടാകുന്നില്ല, ബാഹ്യമായ വിഷയങ്ങളെ ചിത്തബാഹ്യമായ എന്ത് അതിനെ ആശ്രയിച്ച് ചിത്തം ഉണ്ടാകുന്നുമില്ല. എന്തുകൊണ്ടിങ്ങനെ പറയുന്നു? കാരണം എവിടെയെങ്കിലും ഒരിടത്ത് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജന്മത്തെ അംഗീകരിക്കലാകും. അത് ചിത്തം ഉണ്ടായെന്ന് പറഞ്ഞാലും ശരി, ബാഹ്യ പദാർത്ഥങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാലും ശരി. ഇവിടെ ചിത്തത്തെക്കുറിച്ച് എന്താ പറയുന്നത്? അജം, ജനിക്കാത്തത്. ജനിക്കാത്തതാണെങ്കിൽ അത് പിന്നെ എങ്ങനെ ഉണ്ടാകും? എന്തിനെ ആശ്രയിച്ചുണ്ടാകും? ഒന്നിനെ ആശ്രയിച്ചൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ പറയുന്നത് നാഭി ബാഹ്യധർമ്മജം ചിത്തം. ബാഹ്യധർമ്മത്തെ ആശ്രയിച്ച് ചിത്തം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? വിജ്ഞാനസ്വരൂപ ആഭാസ മാത്രത്വ സർവധർമ്മാണ്. സർവധർമ്മങ്ങളും വിജ്ഞാനസ്വരൂപ ആഭാസ മാത്രമാണ്. വിജ്ഞാനസ്വരൂപം തന്നെയാണ് സർവധർമ്മങ്ങളുമായി പ്രതീതമാകുന്നത്. വിജ്ഞാനസ്വരൂപത്തിൽ നിന്ന് അതിരിക്തമായി മറ്റൊന്നുമില്ല. വിജ്ഞാനത്തിന്റെ ഭാനം തന്നെയാണ്. വിജ്ഞാനത്തിന്റെ ഭാനമാണ് ധർമ്മങ്ങളായി, പദാർത്ഥങ്ങളായി നമുക്ക് അനുഭവപ്പെടുന്നത്. സർവധർമ്മങ്ങളും അത് തന്നെയാണ്. അപ്പോൾ വിജ്ഞാനത്തിൽ നിന്നും വ്യതിരിക്തമായി മറ്റൊന്നില്ലാത്തതുകൊണ്ട് പദാർത്ഥങ്ങൾക്ക് പ്രത്യേകിച്ചൊരു സൃഷ്ടിയുടെ ആവശ്യമില്ല എന്നാണ്. ഒന്ന് തന്നെ പലതായി കാണുമ്പോൾ അവിടെ സൃഷ്ടിയുടെ ആവശ്യം തോന്നും. ഒരേ വിജ്ഞാനം തന്നെ ആനയായും കുതിരയായും എല്ലാം സ്വപ്നത്തിൽ അനുഭവപ്പെടുമ്പോൾ അവിടെ എന്താ പദാർത്ഥ സൃഷ്ടി? പദാർത്ഥ സൃഷ്ടിയുടെ ആവശ്യം തോന്നും. അതിന്റെ ആവശ്യമില്ല. പ്രത്യേകിച്ചൊരു സൃഷ്ടിയുടെ ആവശ്യമില്ല. വിജ്ഞാനത്തിന് അതിനുള്ള ശേഷിയുണ്ട്. വിജ്ഞാനത്തിന് അതിനെ പലതായി പ്രതീതമാകാൻ കഴിയുന്നു. അതിന് വേറിട്ടല്ലാതെയുള്ള പലതായി അതിന് പ്രതീതമാകാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടിവിടെ പറയുന്നത് വിജ്ഞാനസ്വരൂപാഭാസ മാത്രത്വ. അത് ആ ഭാഗമാണ് നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ കഴിയാത്തത്. സ്ഥൂലമായി ബാഹ്യമായി
അനുഭവപ്പെടുന്ന വസ്തുക്കൾ എങ്ങനെ വിജ്ഞാനത്തിന്റെ പ്രതീതി മാത്രമാകും? അതൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചോദിച്ചു, പുറമെ ഇവിടെ ഒരു തൂണ് നിൽക്കുന്നു, ഈ തൂണെന്ന് പറയുന്നത് എങ്ങനെ എന്റെ വിജ്ഞാനമാകുന്നു? ഇത് മറ്റു പലരുടെയും പ്രവൃത്തി കൊണ്ടുണ്ടായതാണ്. അതെങ്ങനെയാണ് എന്റെ വിജ്ഞാനമാകുന്നത്? അവിടെ നമ്മൾ നിഷേധിക്കുന്ന എന്താണ്? ഇവിടെ നിഷേധിച്ച കാര്യത്തെയാണ്. എന്റെ വിജ്ഞാനത്തിന്റെ സൃഷ്ടിയാണ് എന്നുള്ളതിനാണ് നമ്മൾ നിഷേധിക്കുന്നത്. അതിവിടെയും നിഷേധിക്കുന്നു. അങ്ങനെ കരുതുകയാണെങ്കിൽ തീർച്ചയായും അത് എന്റെ വിജ്ഞാനത്തിന്റെ സൃഷ്ടിയല്ല, അത് മനുഷ്യൻ പ്രയത്നിച്ചുണ്ടാക്കിയതാണ്. അതിനെ നിഷേധിക്കുന്നു എന്ന് കരുതിയിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ല, ഈ തൂണ് എന്റെ വിജ്ഞാനത്തിന്റെ സൃഷ്ടിയല്ല എന്ന് പറയുന്നത് ശരിയാണ്. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ ഇത് വിജ്ഞാനം സൃഷ്ടിച്ചല്ല ഇത് എന്നാണ് പറയുന്നത്. പിന്നെന്താണ് ഇവിടെ പറയുന്നത്? അത് വിജ്ഞാന സ്വരൂപത്തിന്റെ ആഭാസമാണ്. വിജ്ഞാന സ്വരൂപത്തിന്റെ ആഭാസം എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് നിങ്ങൾ എന്തൊക്കെ ധരിച്ചാലും ശരി, അത് ഇന്ദ്രജാലമാണെന്ന് ധരിച്ചാലും ശരി, അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനെ സൃഷ്ടിച്ചാണെന്ന് ധരിച്ചാലും ശരി, അതിനെ സംബന്ധിച്ചുള്ള സർവ്വധാരണകളും നമ്മൾ കരുതുന്നു അനേക മനുഷ്യർ അനേക ദിവസങ്ങൾ പ്രവർത്തിച്ച് സൃഷ്ടിച്ചതാണത് എന്നെല്ലാം നമ്മൾ അതിനെ സംബന്ധിച്ച് കരുതുന്നു. അതിനെ സംബന്ധിച്ചുള്ള ഓരോ അംശത്തെയും നമ്മൾ ചിന്തിച്ചു നോക്കുക. അതിന്റെ മാനങ്ങൾ, നീളം, വീതി, ഘനം തുടങ്ങിയ കാര്യങ്ങൾ, അതിന്റെ ധർമ്മങ്ങൾ, നിറം തുടങ്ങിയ കാര്യങ്ങൾ, അതിന്റെ പരിമാണം, അളവുകൾ പലതരത്തിലുള്ള, അതിനെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന യത്നങ്ങൾ, മനുഷ്യയത്നം, ഇങ്ങനെ അതിനെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ ധരിക്കുന്നു, ഇതിനെല്ലാം ചേർത്ത് നമ്മളെന്താ പറയുന്നത്? അതെല്ലാം അതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ അറിവാണ്. മാത്രമല്ല നമ്മൾ പറയുന്നു അത് പുറത്താണ്, ബാഹ്യമാണെന്ന് പറയുന്നു. ബാഹ്യമാണെന്ന് പറയുന്നത് എന്താ? അതും ആ വസ്തുവിനെ കുറിച്ചുള്ള അറിവാണ്. അപ്പോ ആ വസ്തുവിനെ സംബന്ധിച്ച് ഏതെല്ലാം തരത്തിൽ നമ്മൾ കൽപ്പിക്കുന്നു, ദ്രവ്യ ഗുണ കർമ്മങ്ങളായി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇതെല്ലാം പരമാർത്ഥത്തിൽ എന്താണ്? ഇതെല്ലാം അതിനെ അറിയുന്നവന്റെ അറിവാണ്. അറിയുന്നവന്റെ അറിവിൽ നിന്ന് അപ്പുറമായി അതിനെ എന്തെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുക, അറിവിൽ നിന്ന് അന്യമായി എന്തെങ്കിലും അതിനെ കണ്ടെത്താൻ ശ്രമിക്കുക, കണ്ടെത്താൻ കഴിയത്തില്ല. കാരണം അവിടെയെല്ലാം അറിവുണ്ടായിരിക്കും. അറിവിൽ നിന്ന് അന്യമെന്ന് ചിന്തിച്ചാലും അവിടെ അറിവ് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ബാഹ്യം, ദ്രവ്യഗുണകർമ്മങ്ങൾ, ഇതിനെല്ലാം അറിവുകൊണ്ട് അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ചെല്ലാം നമ്മളിലുള്ളത് എന്താണ്? കേവലമായ വിജ്ഞാനാഭാസം മാത്രമാണ്. അപ്പോൾ വിജ്ഞാനാഭാസത്തിൽ നിന്ന് ഒരു വസ്തുവിനെ വേർതിരിക്കാൻ കഴിയില്ല. കാരണം അത് ചെയ്യേണ്ടത് വിജ്ഞാനമാണ്. വിജ്ഞാനത്തിന് അതൊരിക്കലും കഴിയത്തില്ല. എന്തു തന്നെ ആയാലും ശരി, അത് വിജ്ഞാനത്തിലെ പ്രകാശിക്കത്തുള്ളൂ, വിജ്ഞാനത്തിന്റെ ആഭാസമായി നിലനിൽക്കത്തുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ അറിവിൽ നിന്ന് വസ്തുവിനെ വേർതിരിക്കാൻ സാധ്യമല്ല.
കാരണം അങ്ങനെ വേർതിരിക്കേണ്ട ആരാണ്? അറിവ് തന്നെയാണ്. അവിടെ അറിവ് വീണ്ടും അവശേഷിക്കും. അപ്പൊ പിന്നെ ആര് എങ്ങനെ വേർതിരിക്കും? അപ്പൊ വസ്തു വേറെയല്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം വസ്തുവിനെ വിജ്ഞാനം സൃഷ്ടിച്ചു എന്നല്ല. വിജ്ഞാനത്തിൽ നിന്നും വസ്തുവിനെ വേർതിരിക്കാൻ ആർക്കും സാധ്യമല്ല. നമ്മൾ പറയുന്നു നമ്മുടെ തലച്ചോറാണ് വിജ്ഞാനത്തെ സൃഷ്ടിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? നമ്മുടെ വിജ്ഞാനത്തിൽ നിന്നും ആ തലച്ചോറിനെ വേർതിരിക്കാൻ കഴിയണം. അത് എത്ര സമർത്ഥനായ വൈജ്ഞാനികനും അത് സാധ്യമേ അല്ല. കാരണം അവന്റെ ആ കാഴ്ചയും അവന്റെ ആ ധാരണയും വിജ്ഞാനത്തിന്റെ സൃഷ്ടിയാണ്, വിജ്ഞാനത്തിന്റെ ആഭാസമാണ്. സൃഷ്ടി എന്ന് പറഞ്ഞാൽ ആഭാസമാണ്. ഇതിനെ വേർതിരിച്ചെടുക്കുക, ഒന്നിൽ നിന്നും മറ്റൊന്നിനെ വേർതിരിച്ചെടുക്കുക, അത് ചെയ്യേണ്ട ജോലിയും വന്നു ചേരുന്ന വിജ്ഞാനത്തിലാണ്. അതെങ്ങനെ സംഭവിക്കും? അവിടെ വിജ്ഞാനമില്ലാതാകും. വിജ്ഞാനമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഈ വേർതിരിക്കലെന്ന് പറയുന്ന ഒരു പ്രക്രിയയില്ല, വേർതിരിക്കാനായിട്ടൊരു വസ്തുവുമില്ല. അതുകൊണ്ട് പറയുന്നു ഇത് വിജ്ഞാനാഭാസമാണ്. അതാണ് പറയുന്നതിന് താല്പര്യം. നമുക്കൊരിക്കലും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വസ്തുക്കളെ വിജ്ഞാനത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തതുണ്ട്. മറിച്ച് നമുക്ക് പറയാം, എന്താണ്, ഇത് വിജ്ഞാനത്തിന്റെ സൃഷ്ടിയല്ല എന്ന് പറയാം. അത് തന്നെ ഇവിടെയും പറയുന്നു, ഇത് വിജ്ഞാനത്തിന്റെ സൃഷ്ടിയല്ല നമ്മൾ ധരിക്കുന്നത് പോലെ. എന്തുകൊണ്ട്? കാരണം വിജ്ഞാനത്തിൽ അന്യമായി ഒന്നും സംഭവിക്കുന്നില്ല. അന്യമായ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒന്നും സംഘടിപ്പിക്കുന്നു. പക്ഷേ വിജ്ഞാനത്തെ സംബന്ധിച്ച് ഉള്ളിലെന്നും വസ്തുവിനെ സംബന്ധിച്ച് പുറമേ എന്നും തോന്നുന്നുണ്ടല്ലോ. ഉള്ളും പുറവും ഇത് രണ്ടും വിജ്ഞാനത്തിന്റെ പ്രതീതിയാണ്. എങ്ങനെയാണോ വസ്തുവിന്റെ പ്രതീതി വിജ്ഞാനത്തിലുണ്ടാകുന്നത് പോലെ വിജ്ഞാനത്തിന്റെ പ്രതീതിയാണ്. അത് ചിന്തിച്ചാൽ മനസ്സിലാകും. ഈ ഉള്ളും പുറവും എവിടെ നിൽക്കുന്നു? വിജ്ഞാനത്തിൽ തന്നെ. വിജ്ഞാനത്തിന് നിന്നപ്പുറമായിട്ട് അതിനെവിടെയെങ്കിലും നിൽക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല. നിങ്ങൾ പറയും തൂണ് നിർത്തിയിരിക്കുന്ന ഭൂമിയിലാണ്, വിജ്ഞാനത്തിലല്ല എന്ന് പറയും. ശരിയാണ്, വിജ്ഞാനത്തിലല്ല, ഭൂമിയിലാണ് എന്ന് പറയും. അപ്പോ എന്ത് ചെയ്യുന്നു? ഈ തൂണിനെ ഭൂമിയിൽ ഉറപ്പിച്ചതാരാണ്? വിജ്ഞാനമാണ്. വിജ്ഞാനമാണ് പറയുന്നത് എന്ത്? വിജ്ഞാനത്തിന്റെ പ്രതീതിയാണ് ഇന്ന വസ്തു ഇന്ന വസ്തുവിലിരിക്കുന്നു എന്നുള്ളത്. ആ പ്രതീതികൾ അനന്തമായ വിജ്ഞാനത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ എവിടെ കൊണ്ട് ഉറപ്പിച്ചാലും ശരി. തൂണിനെ നിങ്ങൾക്ക് ഭൂമിയിൽ ഉറപ്പിക്കാം, ഭൂമിയെ നിങ്ങൾക്ക് ആകാശത്തിൽ ഉറപ്പിക്കാം. അതെല്ലാം അവസാനം എവിടെ വരും? വിജ്ഞാനത്തിൽ വരും. വിജ്ഞാനമാണ് ഇതിനെല്ലാം ഓരോ സ്ഥലത്തും ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഒന്നിനെ വിജ്ഞാനത്തിൽ നിന്ന് വേർതിരിക്കാൻ പറ്റില്ല. വേർതിരിക്കേണ്ട ആള് വിജ്ഞാനമാണ്. വിജ്ഞാനത്തിനത് അസാധ്യമാണ്. വിജ്ഞാനമില്ലാതെ അതിനെ വേർതിരിക്കാൻ പറ്റും. വിജ്ഞാനമില്ലെങ്കിൽ ഇതേ ഇല്ല, പിന്നെ എങ്ങനെ വേർതിരിക്കും? അതുകൊണ്ടിത് വിജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായി നിൽക്കുന്ന ഒന്നാണെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ രണ്ടിനെയും രണ്ടാക്കണം. നമ്മുടെ വസ്തുബോധത്തിൽ നിന്നും വസ്തുവിനെ പൃഥക്കരിക്കണം. അതൊരിക്കലും കഴിയുന്നില്ല. അതിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെയൊന്നും നമുക്ക് ആരോപിക്കാതിരിക്കാം, ആരോപിക്കാം, രണ്ടും ചെയ്യാം. ഞാൻ പറയുന്നു ഈ വസ്തുവിനെ സൃഷ്ടിച്ചതാണ്, ഇത് നിലനിൽക്കുന്നതാണ്, നാളെ ഒരു കാലത്ത് നശിക്കും. ആര് പറയുന്നു? ഞാനെന്ന് പറഞ്ഞാൽ ആരാ? വിജ്ഞാനം. ഇതെല്ലാം വിജ്ഞാനത്തിന്റെ ആഭാസങ്ങളാണ്, സൃഷ്ടിസ്ഥിതി സംഹാരം.
ആഭാസം എന്നുള്ള നിലയ്ക്ക് ഈ വസ്തുവിൽ ബാഹ്യത്വം, ബാഹ്യഭാവം, സൃഷ്ടിത്തി സംഹാരങ്ങളെല്ലാം നിലനിൽക്കാം. പക്ഷെ വാസ്തവമായി നിലനിൽക്കത്തില്ല. വാസ്തവമായി നിലനിൽക്കുന്നുമില്ല എന്നാണ് നമ്മുടെ അനുഭവം. നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒന്നിനെ മറ്റൊന്നിൽ നിന്നും വേർതിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ്? അതതിന്റെ സ്വരൂപം തന്നെ. നമുക്ക് പാലിൽ നിന്നും അതിന്റെ വെളുപ്പ് നിറത്തെ നമുക്ക് വേർതിരിക്കാൻ കഴിയില്ല. നമുക്ക് ഒരാളെ കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, ഇത് പാലാണ്, ഇത് പാലിന്റെ വെളുപ്പ് നിറമാണ്. വേർതിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്? ആ വെളുപ്പ് നിറം അത് പാല് തന്നെ. അല്ലെങ്കിൽ നമുക്ക് പറയാം അതുകൂടി ചേർന്നാലേ പാലാകത്തുള്ളൂ. അതുപോലെ ഈ വിജ്ഞാനത്തിൽ നിന്നും വേർതിരിക്കാൻ കഴിയുന്നില്ല വസ്തുവിനെ. കഴിയുന്നില്ലെങ്കിൽ ഇതെന്താണ്? വിജ്ഞാനസ്വരൂപ ആഭാസം എന്നാണ് പറയുന്നത്. അതിനെന്തുകൊണ്ട് ആഭാസം എന്ന് പറയുന്നത്? വിജ്ഞാനം അജവും ഏകരൂപമാണെങ്കിലും വിജ്ഞാനം നമുക്ക് പ്രതീതമാകുന്നത് ഈ നാനാരൂപത്തിലാണ്. ദ്രവ്യഗുണ കർമ്മരൂപത്തിൽ പ്രതീതമാകും. ഒരേ വിജ്ഞാനം തന്നെ. അത് വളരെ ശാസ്ത്രീയവും വളരെ യുക്തിയുക്തവുമാണ്. ചിന്തിച്ചാൽ നമുക്കതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. ചിന്തിക്കാതെ നിഷേധിക്കാം. ഒരേ വിജ്ഞാനം തന്നെ നാനാരൂപത്തിൽ പ്രതീതമാകുമ്പോൾ ഒന്ന് തന്നെയാണെങ്കിലും, അങ്ങനെയാണോ പാലിന്റെ വെളുപ്പ് പാല് തന്നെയായിരിക്കുന്നത് പോലെ ഈ ആഭാസങ്ങളെല്ലാം വിജ്ഞാന സ്വരൂപം തന്നെ. അതാണ് ഇവിടെ ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വിജ്ഞാനസ്വരൂപ ആഭാസ മാത്രത്വം എന്ന് പറഞ്ഞാൽ അതല്ലാതെ മറ്റൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മൾ മറ്റ് ഓരോന്നിനും ഇവിടെ കാണുന്നുണ്ട്. അനന്തമായ വസ്തുക്കൾ, വസ്തുക്കളുടെ അനന്തമായ ഗുണങ്ങൾ, അനന്തമായ ക്രിയകൾ, അനന്തമായ വസ്തുക്കളെല്ലാം കാണുന്നുണ്ട്. പക്ഷേ അത് ഓരോ അംശവും ചിന്തിച്ചു നോക്കും. ഓരോ അംശവും വിജ്ഞാനം തന്നെയാണ്. ആ വിജ്ഞാനം തന്നെ ഓരോ അംശമായും ആ വിജ്ഞാനം തന്നെ ഇതെല്ലാം കൂടി ചേർന്നൊരു സമുദായമായും ഇരിക്കുന്നു. ബൗദ്ധന്മാര് രൂപസ്കന്ധം, വിജ്ഞാനസ്കന്ധം, ഇങ്ങനെ പലതരത്തിൽ പല സ്കന്ധങ്ങളെ കുറിച്ച് പറയും. അത് ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഇത് തന്നെയാണത്. കാരണം വിജ്ഞാനത്തിൽ നിന്ന് പദാർത്ഥങ്ങളെ വേർതിരിക്കാൻ ഒരു ശില്പിക്കും കഴിയത്തില്ല. കാരണം അത് ചെയ്യേണ്ട ആള് വിജ്ഞാനമാണ്. അതിനത് കഴിയുന്നില്ല. വേറിട്ടൊരു പദാർത്ഥത്തെ നിൽക്കണമെങ്കിൽ വിജ്ഞാനം വേറെ നിൽക്കണം, പദാർത്ഥം വേറെ നിൽക്കണം. അതൊരിക്കലും സംഭവിക്കുന്നില്ല. നമ്മൾ പറയുന്നത് എന്താണ്? പദാർത്ഥ ബോധം. പദാർത്ഥ ബോധത്തിൽ നിന്ന് ബോധത്തെ പിന്മാറുക. പിന്നെ ഏതാ പദാർത്ഥം? ബോധത്തോട് കൂടി ചേർന്നേ പദാർത്ഥത്തിൽ നിൽക്കാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ ബോധത്തിന്റെ തന്നെ രൂപാന്തരമായിട്ട് പദാർത്ഥത്തിന് നിൽക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ധരിക്കുന്നത് പോലെ പദാർത്ഥങ്ങളെ നിഷേധിക്കുകയല്ല ചെയ്യുന്നു. വസ്തുക്കളെ നിഷേധിക്കുന്നില്ല അവിടെ അദ്വൈതത്തിൽ. മറിച്ച് അത് എന്താണെന്ന് പറയുകയാണ്. എന്താണെന്ന് പറയുന്നു? അത് വിജ്ഞാനാഭാസം മാത്രമാണ് എന്ന് പറയും. അങ്ങനെ പറയുന്നതിന് എന്താ യുക്തിക്ക് നിരക്കാത്തത്? ഇത് നിഷേധിക്കുകയാണെങ്കിൽ അത് യുക്തിക്ക് നിരക്കുന്നതാണ്. ഒരാൾ പാടെ നിഷേധിക്കുകയാണ്, ഇതൊന്നും ഇല്ലാത്തതാണ്, അങ്ങനെ പറയുകയാണ് ഇതൊക്കെ മനസ്സിന്റെ സൃഷ്ടിയാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലായ്മയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തിനും സൃഷ്ടിയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തിനുമൊക്കെ എതിരാണ്. നമ്മുടെ അനുഭവത്തിനും യുക്തിക്കുമൊക്കെ എതിരാണ്. അതുകൊണ്ടാണ് അത് അബദ്ധമെന്ന് പറയുന്നത്. പണ്ടൊക്കെ ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഓർമ്മയുണ്ടായിരിക്കും, ഇതൊക്കെ മനസ്സിന്റെ സൃഷ്ടിയാണെന്നല്ല ഇവിടെ പറയുന്നു. നമ്മൾ വേദാന്തം അങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കും.
അത് പൂർണ്ണമായി ശരിയല്ല. അങ്ങനെ പറയുന്നതിന് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യമല്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? എന്താണ് വിജ്ഞാനത്തിൽ നിന്ന് ഇതിനെ വേർതിരിക്കാൻ സാധ്യമല്ല. വേർതിരിക്കാൻ സാധ്യമല്ലെങ്കിൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ എന്താണ്, ഇത് വിജ്ഞാനം തന്നെയാണ്. അതുമുമ്പ് പറഞ്ഞ് ഞാൻ വീണ്ടും പറയുന്നത്, ഇതുവരെ പറഞ്ഞിട്ട് പ്രയോജനം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ വീണ്ടും ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ വിജ്ഞാനത്തിന് എന്തുകൊണ്ട് ഏകമെന്ന് പറഞ്ഞു? അതിന് സമാനമായി പറയുന്നത് ഇത് വിജ്ഞാനാഭാസമാണ്. ഏകം തന്നെ ഏകത്തിന്റെ ആഭാസം. അപ്പോൾ വാസ്തവത്തിൽ പലതാകാതെ തന്നെ പലതെന്ന് തോന്നുക, പലതായി അനുഭവപ്പെടുക. മനഃപൂർവ്വം അങ്ങനെ കൽപ്പിക്കുന്നതോ തോന്നിപ്പിക്കുന്നതോ ആരെങ്കിലും ഒന്നുമല്ല. അതാണ് പ്രപഞ്ചം ഒരു സങ്കല്പമാണ് എന്ന് പറയുമ്പോൾ നമുക്കത് സ്വീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടത്? സങ്കല്പം എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് ചില ധാരണകളുണ്ട്. എന്താണ് ഈ സങ്കല്പം? അതിന് വിരുദ്ധമാണ് ഈ പറയുന്ന പ്രപഞ്ച സങ്കല്പം എന്ന് പറയുന്നത്. കാരണം നമുക്ക് സങ്കല്പം എന്താണെന്ന് നമുക്ക് പരിചയമുണ്ട്. ഈ പ്രപഞ്ചം അതല്ല. അതാണ് നമ്മളതിനെ നിഷേധിക്കുന്നത്. അപ്പോൾ പ്രപഞ്ച സങ്കല്പമാണെന്ന് പറയുമ്പോൾ അതിന് പറഞ്ഞതിന്റെ താല്പര്യം അതല്ല, നമ്മൾ ധരിച്ചാൽ. പ്രപഞ്ചം കൽപ്പനയാണെന്ന് പറയുമ്പോൾ അതിന്റെ താല്പര്യം നമ്മൾ ധരിച്ചാൽ. താല്പര്യം ഇതാണ്, വിജ്ഞാന സ്വരൂപാഭാസമാണ്. വിജ്ഞാനത്തിന് ഇങ്ങനെയൊക്കെ ആകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, ഇവിടെ വിജ്ഞാനമല്ലാതെ മറ്റൊന്നില്ല ഇങ്ങനെയൊക്കെ ആകാൻ വേണ്ടി. ഇതെല്ലാം ഇവിടെ നിൽക്കുന്നു, വിജ്ഞാനത്തിലാണ് നിൽക്കുന്നത്, വേറെ എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ എല്ലാ മനനങ്ങളും നമ്മുടെ ചിന്തകളും സങ്കല്പങ്ങളും ഈ വസ്തുക്കളുമെല്ലാം ഭാനം ചെയ്യുന്ന എവിടെയാണ്? വിജ്ഞാനത്തിലല്ലേ. വേറെ എവിടെയാണുള്ളത്? ജീവാത്മാവെന്നോ പരമാത്മാവെന്നോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല, ഭൗതികമെന്നോ ശരീരമെന്നോ ആകാശമെന്നോ എന്തു പറഞ്ഞാലും ഈ ശബ്ദവും ഈ അർത്ഥവും എല്ലാം എവിടെ നിൽക്കുന്നു? വിജ്ഞാനത്തിൽ നാനാപ്രതീതികളായി നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാമായി മാറുന്നതിന് വിജ്ഞാനമല്ലാതെ മറ്റൊന്നുമില്ല. അല്ലെങ്കിൽ മറ്റൊന്നിനെ കണ്ടുപിടിക്കും. ഏതെങ്കിലും ഒരു വൈജ്ഞാനികന് കണ്ടുപിടിക്കാൻ പറ്റുമോ വിജ്ഞാനമല്ലാതെ മറ്റൊന്ന്? അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് സാധ്യമല്ല. കാരണം അങ്ങനെ നിങ്ങൾ എന്തിനെങ്കിലും ഒരു കാരണത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുകയാണ് ഇതിനെല്ലാം കാരണമായി മറ്റൊന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയും വിജ്ഞാനവുമായിട്ടൊന്ന് പരിശോധിച്ചു നോക്കുക. ആ പറഞ്ഞ കാരണം എവിടെയാണ് പ്രതീതമാകുന്നത്? അത് വിജ്ഞാനത്തിലല്ലേ. അതിന് നിങ്ങൾക്ക് വിജ്ഞാനത്തിൽ നിന്ന് വേർതിരിക്കാൻ പറ്റുമോ? എല്ലാ നിഗമനങ്ങളും എത്തി നിൽക്കുന്ന എവിടെയാണ്? നമ്മൾ കരുതുന്ന പോലെ ഏതെങ്കിലും ഒരു പരീക്ഷണശാലയിലല്ല. എല്ലാ നിഗമനങ്ങളും പ്രകാശിക്കുകയാണ് എവിടെ? വിജ്ഞാനത്തിൽ. എല്ലാത്തിനും ആധാരമായിരിക്കുന്ന എന്താണ്? ഇത് അന്വേഷിക്കുന്നവന്റെ അറിയുന്നവന്റെ വിജ്ഞാനം തന്നെ. അന്വേഷിക്കുന്നവന്റെ അറിയുന്നവന്റെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അവൻ തന്നെയാണ്, അവന്റെ സ്വരൂപം തന്നെയാണ്. അതിനെ തന്നെയാണ് നമ്മൾ അന്വേഷിക്കുന്നവനെന്നും അറിയുന്നവനെന്നും പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് അന്വേഷണം നടത്തിയാലും ശരി, അവസാനം നമ്മൾ എത്തിച്ചേരുന്ന നിഗമനം, ആ നിഗമനത്തിൽ നമ്മൾ കണ്ടെത്തിയെന്ന് കരുതുന്ന വസ്തുതകൾ അതെല്ലാം എന്താണ്? വിജ്ഞാനാഭാസമാണ് എന്നാണ് പറയുന്നത്.
അത് നിങ്ങൾ ആധുനികമായി ചിന്തിച്ചാലും ശരി, പൗരാണികമായി ചിന്തിച്ചാലും ശരി, വിജ്ഞാനത്തിൽ നിന്നും മാറി ചിന്തിക്കാൻ സാധ്യമല്ല ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ വിജ്ഞാന സ്വരൂപ ആഭാസമാത്രത്വ സർവധർമ്മമാണ്. അത് ഏതുവരെ ചിന്തിച്ചാലും ശരി, എന്നുവരെ ചിന്തിച്ചാലും ശരി, ആര് ചിന്തിച്ചാലും ശരി, വിജ്ഞാനത്തിൽ നിന്ന് ഒന്നിനും ഇവിടെ സ്വതന്ത്രമാകാൻ സാധ്യമല്ല. വിജ്ഞാനം മാത്രം. ഇതാണ് ഈ പറയുന്ന ഒരു വാചകത്തിൽ ഇതിന്റെ താല്പര്യം, പരമമായ താല്പര്യം മുഴുവൻ ഒളിപ്പിച്ചിരിക്കുകയാണ്. ഏവം ച ഹേതോഹോ ഫലം ജായതേ നാവിഫലാധേതി ഹേതുഫലയോരജാതിം ഹേതുഫല അജാതിം പ്രവിശന്തി അധ്യവസന്തി. അതുകൊണ്ട് എന്താണ്, നേരത്തെയുള്ള ഒരു ചോദ്യമുണ്ടല്ലോ, മാങ്ങയിൽ നിന്നാണോ അതിന്റെ വിത്തുണ്ടായത്, അതോ ആ വിത്തിൽ നിന്നാണോ മാങ്ങയുണ്ടായത്? അല്ലെങ്കിൽ മാവിൽ നിന്നാണോ മാങ്ങയുണ്ടായത്, അതേ മാങ്ങയിൽ നിന്നാണോ മാവുണ്ടായത്? ഹേതുവിൽ നിന്ന് ഫലമുണ്ടാകുന്നു, ഫലത്തിൽ നിന്ന് ഹേതു ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ ബാഹ്യമായി കൽപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നും സംഭവിക്കുന്നേ ഇല്ല. സംഭവിക്കാത്ത കാര്യമായതുകൊണ്ടാണ് നിങ്ങൾക്കതിന് ഉത്തരം കിട്ടാൻ കഴിയാത്തത്. വാസ്തവത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ അത് സംഭവിക്കുന്നില്ല. ഹേതുവിൽ നിന്ന് ഫലവും ഉണ്ടാകുന്നില്ല, ഫലത്തിൽ നിന്ന് ഹേതുവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഹേതുഫലയോരജാതിം ഹേതുഫല അജാതിം പ്രവിശന്തി അധ്യവസന്തി. ഹേതുഫല അജാതിയെ നിശ്ചയിക്കുന്നു ആരുകൾ? വിവേകികൾ. ബാഹ്യമായി ഒന്നിനും തന്നെ പരസ്പരമായ കാര്യകാരണഭാവം, അതും വാസ്തവത്തിൽ അത് കണ്ടെത്താൻ കഴിയുന്നില്ല. മറിച്ച് വിജ്ഞാനഭാനം, അത് നമുക്ക് പലതായും അനുഭവപ്പെടുന്നു. ഇത് മനസ്സിലാക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രയാസമുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. വിജ്ഞാനമുള്ളവർക്കെല്ലാം മനസ്സിലാകും. വിജ്ഞാനമില്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ഇത് മനസ്സിലാക്കുന്നവൻ വിജ്ഞാനമാണ്, ആ മനസ്സിലാക്കൽ വിജ്ഞാനമാണ്, മനസ്സിലാക്കി തരുന്നതും വിജ്ഞാനമാണ്. അതില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആത്മനി ഹേതുഫലയോർ അഭാവമേവ പ്രതിബദ്ധതേ ബ്രഹ്മവിദഃ. അതുകൊണ്ട് പറയുന്നു ആത്മാവിൽ എന്ന് പറഞ്ഞാൽ ആ വിജ്ഞാനത്തിൽ സ്വയം വിജ്ഞാനമാണ്, തന്റെ ദൃശ്യം വിജ്ഞാനമാണ്. അതിൽ ഹേതുഫല അഭാവം, കാര്യകാരണഭാവത്തെ വേറിട്ടൊന്നും നിശ്ചയിക്കാൻ കഴിയുന്നില്ല. കാരണം വേറിട്ടൊരു വസ്തുവില്ല. അതുകൊണ്ട് അത് എന്തുകൊണ്ടാണെന്ന് മറക്കാൻ പാടില്ല. എല്ലാം വിജ്ഞാനമാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇരുട്ടുകൊണ്ടുള്ള ഓട്ടയടയ്ക്കലാവും. അതല്ല ഇവിടെ ചെയ്യുന്നു. അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമായി പറയുകയാണ്. അതിനെ വേർതിരിക്കാൻ കഴിയുന്നില്ല. ഒന്നിനെയും വിജ്ഞാനത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുന്നില്ല. വേർതിരിക്കേണ്ട ആള് വിജ്ഞാനമാണ്. അതുകൊണ്ട് തന്നെ അത് അസാധ്യമാണ്. അതുകൊണ്ട് ഹേതുഫലയോർ അഭാവമേവ, ഇവിടെ കാര്യകാരണഭാവം തുടങ്ങി നമ്മൾ കൽപ്പിക്കുന്ന സർവ്വവും ദേശകാലങ്ങളോട് ബന്ധപ്പെട്ട് വിജ്ഞാന വ്യതിരിക്തമായി നമ്മൾക്ക് എന്തെല്ലാം അനുഭവപ്പെടുന്നുണ്ടോ അത് സർവവും വിജ്ഞാനം തന്നെയാണ്. അതുകൊണ്ട് വേറിട്ടൊരു കാര്യകാരണഭാവത്തെ നിർണയിക്കാൻ സാധ്യമല്ല. പ്രതിപദ്യന്തേ ബ്രഹ്മവിദഃ പറയുന്നു. ഇത് ധരിക്കുന്നവനാണ് ബ്രഹ്മവിദ് എന്ന് പറയുന്നത്. ബ്രഹ്മവിദ്കൾ അത് മനസ്സിലാക്കിയിരിക്കുന്നു. ബ്രഹ്മത്തെ അറിയുന്നവർ അത് മനസ്സിലാക്കിയിരിക്കുന്നു. ഈ വിജ്ഞാന രഹസ്യം, അതാണ്
ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. ഏവം ന ചിത്തജാ ധർമ്മ ചിത്തം വാപി ന ധർമ്മജം ഏവം ഹേതുഫലാ ജാതിം പ്രവിശന്തി മനീഷിണഃ. യാവദ് ഹേതുഫലാവേശ താവദ് ഹേതുഫലോദ്ഭവ. ക്ഷീണേ ഹേതുഫലാവേശേ നാസ്തി ഹേതുഫലോദ്ഭവ. യേ പുനർഹേതുഫലയോരഭിനിവിഷ്ടാഃ തേഷാം കിം സ്യാദുച്യതേ. യേ പുനർഹേതുഫലയോർ അഭിനിവിഷ്ടാഃ ഹേതുഫലങ്ങളിൽ അഭിനിവേശമുള്ളവർ. അഭിനിവേശം എന്ന് പറയുന്നത് എന്താണ്? അത്തരം ഒരു ധാരണയിൽ നിന്ന് സ്വയം മാറാൻ കഴിയാതിരിക്കുക. അതാണ് നമ്മൾ പറയുന്നില്ലേ, അദ്വൈതം അല്ലെങ്കിൽ അജാതവാദം എത്രയൊക്കെ കേട്ടിട്ടും അത് മനസ്സിലാകുന്നില്ല, അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? ഗ്രഹണാഭാവം ശൂന്യത എന്നല്ല, നമുക്ക് ശൂന്യത അനുഭവപ്പെടുന്നു എന്നല്ല, മറിച്ച് ഇത്തരത്തിലുള്ളൊരു അഭിനിവേശം നമ്മൾ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ ധരിച്ചിരിക്കുന്നത്, അങ്ങനെ എന്താണോ നമ്മൾ ആത്മാവിനെ കുറിച്ച് ധരിച്ചിരിക്കുന്നത്, എന്താണോ ബന്ധമോക്ഷങ്ങളെ കുറിച്ച് ധരിച്ചിരിക്കുന്നത്, ആ ധാരണകളിൽ നിന്ന് ലവലേശം നമുക്ക് മാറാൻ കഴിയുന്നില്ല. അതിനാണ് അഭിനിവേശം എന്ന് പറയുന്നത്. ദൃഢമായി പോയ അറിവ്, ദൃഢമായി പോയ അറിവിന്റെ സംസ്കാരം, അതിൽ നിന്ന് സ്വതന്ത്രമാകാൻ കഴിയുന്നില്ല. ഒരു തരത്തിലൊരു അസ്വാതന്ത്ര്യമാണ്, ചിന്തയുടെ അസ്വാതന്ത്ര്യം. നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അവർക്ക് ഈ കാര്യം എത്രയൊക്കെ ബോധിപ്പിച്ചാലും ശരി, ആ അഭിനിവേശത്തിൽ നിന്ന് മുക്തമാകാൻ കഴിയില്ല. നമ്മുടെ സാധാരണ മലയാള ഭാഷയിൽ പറഞ്ഞ മരത്തലയന്മാർ, സാധാരണ പറഞ്ഞ ഉറച്ചുപോയി. തേഷാം കിം സ്യാദ്, അവർക്ക് എന്താ സംഭവിക്കാൻ പോകുന്നു നാളെ, അതിനെക്കുറിച്ച് പറയുകയാണ്. ധർമാധർമാഖ്യ ഹേതുരഹം കർത്ത മമ ധർമാധർമ്മോ തദ്ഫലം കാലാന്തരേ ക്വചിത് പ്രാണി നികായേ ജാതോ ബോക്ഷ്യ ഇത് യാവത് ഹേതുഫലയോരാവേശോ ഹേതുഫലാഗ്രഹ ആത്മന്യധ്യാരോപണം തച്ചിത്തത ഇത്യർത്ഥഃ. അവർക്ക് അവരുടെ മനസ്സിന് ഈ ബാഹ്യമായിരിക്കുന്ന സ്ഥൂലമായിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വെളിപ്പെടുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്ന് പിൻവലിക്കാൻ കഴിയും. അവരുടെ മനസ്സെപ്പോഴും ഇതിനെ ചുറ്റിപ്പറ്റി തന്നെ. അത് പറയുന്നത് എന്താണ്? ധർമാധർമ്മമാണിത് ഈ കാണുന്നത്, ധർമാധർമ്മ രൂപത്തിലുള്ളതാണ്. അങ്ങനെയൊക്കെ വിജ്ഞാനം ഇതിനെക്കുറിച്ച് ധരിച്ചിരിക്കുകയാണ്. പാപപുണ്യചിന്ത, പാപപുണ്യങ്ങളുടെ ഹേതുക്കളെക്കുറിച്ചുള്ള ചിന്ത, പാപപുണ്യങ്ങളുടെ ഫലത്തെക്കുറിച്ചുള്ള ചിന്ത. പാപപുണ്യങ്ങളെന്ന് പറയുന്നത്
ധർമാധർമ്മം, സംസ്കാരം, പാപപുണ്യങ്ങളുടെ ഹേതുക്കൾ എന്ന് പറയുന്നത് സദസത് പ്രവൃത്തികൾ, ചിന്തകൾ, വാക്ക്, ഇതെല്ലാം. അതിന്റെ ഫലമെന്ന് പറയുന്നത് സുഖദുഃഖാദി അനുഭവങ്ങൾ, ജന്മങ്ങൾ. ഇത്രയും കാര്യങ്ങളിലായിരിക്കും അവരുടെ മനസ്സ് മുഴുകിയിരിക്കുന്നത്. എന്നിട്ടെന്ത് കരുതുന്നു? ധർമാധർമാഖ്യസ്യ ഹേതുരഹങ്കർത്ത മമ ധർമാധർമ്മവും. അവർ കരുതുന്നു ഈ പ്രപഞ്ചത്തോട് തന്നെ ബന്ധപ്പെടുത്തുന്നു. അതായത് പറഞ്ഞല്ലോ, ഈ വിജ്ഞാനത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തതാണ് ഇതൊന്നും. പക്ഷെ അതിനെ വേർതിരിക്കുന്നു. താൻ വേറെ, ഈ കാണുന്നതെല്ലാം വേറെ എന്ന് കരുതുന്നു. തന്നെ വിജ്ഞാനത്തിൽ നിന്ന് തന്നെ സ്വതന്ത്രമാക്കുന്നു, വേറെയാക്കുന്നു. പ്രപഞ്ചത്തെയും വിജ്ഞാനത്തിൽ നിന്ന് വേർതിരിക്കുന്നു. എന്നിട്ട് അവിടെ ധർമാധർമ്മങ്ങളെയും മറ്റും കൽപ്പിക്കുന്നു. അതിൽ തന്റെ കർത്തൃത്വത്തെ ആരോപിക്കുന്നു. അഹം കർത്ത, ഞാൻ ഇന്നതൊക്കെ ചെയ്യേണ്ടവനാണ്. മമ ധർമാധർമ്മവും, അതിൽ നിന്ന് ഞാൻ ധർമ്മത്തെ അല്ലെങ്കിൽ അധർമ്മത്തെ സ്വീകരിക്കേണ്ടവനാകുന്നു. ഇത് കുറച്ച് വിവേകമുള്ളവനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാത്തവന് പുണ്യപാപ ചിന്തകൾ പോലും ഉണ്ടല്ലോ. പക്ഷെ പുണ്യപാപ ചിന്തകൾ തീരെയില്ലാത്തവരില്ല. കാരണം സുഖദുഃഖ ചിന്തകളുണ്ടെങ്കിൽ അവിടെ പുണ്യപാപ ചിന്തയുമുണ്ട്. സുഖം വേറെയാണ്, ദുഃഖം വേറെയാണെന്ന് തിരിച്ചറിയുന്നവൻ എന്ന് അബോധപൂർവമായിട്ടെങ്കിലും അവന് പുണ്യപാപ ചിന്തയുണ്ട്. കുറച്ചുകൂടി വിവേകമുള്ളവൻ എന്ത് ചെയ്യുന്നു? പുണ്യം സുഖഹേതുവാണെന്നും പാപം ദുഃഖഹേതുവാണെന്നും മനസ്സിലാക്കുന്നു. അത് ഏത് നിലയിലായാലും ശരി, അവനെന്താണ്? ഈ അഭിനിവേശത്തിലാണ്. ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സത്യബോധത്തിലാണ്, അല്ലെങ്കിൽ വാസ്തവബോധം ഗ്രഹിക്കാതിരിക്കുകയാണ്. ഇപ്പൊ പ്രാപഞ്ചികമായ വിഷയങ്ങളിലാണ് അവന്റെ പ്രവർത്തനങ്ങളെല്ലാം. ഈ സത്യബോധമുള്ളവനും അവന് പ്രാപഞ്ചിക പ്രവർത്തനങ്ങളില്ലേ? ഉണ്ട്. അവനും പ്രാപഞ്ചികമായ പ്രവർത്തനങ്ങളിൽ തന്നെയാണ് അവനും. പക്ഷേ അവന്റെ പ്രവർത്തനം ഈ ബോധത്തോടു കൂടി എന്നുള്ള വ്യത്യാസം മാത്രം. മറ്റവന്റെ പ്രവർത്തനം ഈ ബോധം കൂടാതെ ആണ് വ്യത്യാസം. എന്ന് പറയുന്നത് തദ്ഫലം കാലാന്തരേ ക്വചിത് പ്രാണിനികായേ ജാതഃ ബോക്ഷി. അവന് ജന്മമരണങ്ങളെല്ലാം വാസ്തവമായി തന്നെ അനുഭവപ്പെടും. പ്രപഞ്ചം വാസ്തവമായി തന്നെ അനുഭവപ്പെടുന്നു. കർമ്മങ്ങൾ വാസ്തവമായി അനുഭവപ്പെടുന്നു. കർമ്മഫലങ്ങൾ വാസ്തവമായി അനുഭവപ്പെടുന്നു. അതുകൊണ്ട് എന്ത് കരുതുന്നു? വിവേകമുള്ളതുകൊണ്ട് അവൻ കരുതുന്നു, ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നു, ഈ പ്രവൃത്തിയുടെ ഫലം ഇന്ന് അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കാലാന്തരത്തിൽ, ഭാവി കാലത്തിൽ ക്വചിത് പ്രാണിനികായി മറ്റേതെങ്കിലും ഒരു ശരീരത്തിൽ ജാതഃ ജനിച്ചു ഭോക്ഷി അനുഭവിക്കും. ഇങ്ങനെയെല്ലാം കരുതുന്നു. അല്ലെങ്കിൽ കരുതുന്നു മരിച്ചതിന് ശേഷം ഏതെങ്കിലും സ്വർഗത്തിൽ പോകും, ഏതെങ്കിലും ദേവന്റെ ലോകത്തിൽ പോകും, അവിടെ പോയി ഇതൊക്കെ അനുഭവിക്കും. ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. വിവരമുണ്ടെന്ന് നമ്മൾ ധരിക്കുന്ന പോലെ പോലും പറയും. വിവരമെന്ന് വെച്ചാൽ അദ്വൈതത്തിനും മറ്റും. അവരും പറയും എന്താണ്, ബാക്കി ഇനി വരുന്ന ജന്മത്തിൽ ചെയ്യാം.
പറയുന്നു. അപ്പോൾ കാലാന്തരത്തെക്കുറിച്ച്, ദേശാന്തരത്തെക്കുറിച്ച് അതൊക്കെ സത്യമാണെന്ന് കരുതിയുള്ള ചിന്തകൾ, ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ അഭിനിവേശം ഉള്ളിൽ ദൃഢമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ പറയുന്ന ഈ അജാതിയെ ഒരാൾ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു തെറ്റോ കുറ്റമോ ഒന്നുമല്ല. കാരണം അവന്റെ ഉള്ളിലിരിക്കുന്ന അഭിനിവേശം അതിനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. അത് എന്താണ്? യാവത് ഹേതുഫലയോരാവേശം, ഹേതുഫലാഗ്രഹം, ആത്മന്യധ്യാരോപണം, അത് തന്നിൽ ഈ വിജ്ഞാനത്തിൽ ദൃഢമായി കൽപ്പിച്ചിരിക്കുകയാണ്, ആരോപിച്ചിരിക്കുകയാണ്. തച്ചിത്തത, അതാണ് പറയുന്നത്. തച്ചിത്തത, വിജ്ഞാനം തന്നെ ആ രൂപത്തിലായിപ്പോയി. അവന്റെ സങ്കല്പങ്ങൾ തന്നെ ആ രൂപത്തിലായിപ്പോയി എന്നർത്ഥം. പ്രപഞ്ച സത്യത്തിൽ ആ സങ്കല്പം ഉറച്ചതുകൊണ്ട് അതിനെ തുടർന്ന് വരുന്ന സങ്കല്പങ്ങളിലായി. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഈ പരമാർത്ഥത്തെ ബോധിക്കാൻ കഴിയുന്നില്ല. യാവത് ഹേതുഫല ആവേശ താവത് ഹേതുഫല ഉദ്ഭവ. അതുവരെ എന്ത് ചെയ്യും? താവത് ഹേതുഫലയോരുദ്ഭവോ ധർമാധർമ്മയോ തദ്ഫലസ്യ അനുച്ഛേദന പ്രവൃത്തി. ആ അഭിനിവേശം അവന്റെ ഉള്ളിൽ ദൃഢമായിരിക്കുമ്പോൾ അവൻ ഈ കാണുന്നതെല്ലാം സത്യം തന്നെ. അവൻ ഇതിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ശ്രേഷ്ഠമായി കണ്ടുകൊണ്ട് അവൻ ഇതിൽ മുഴുകി കഴിയും. ആർക്കും അതിൽ മാറ്റം വരുത്താൻ കഴിയത്തില്ല. അതാണ് താവത് ഹേതുഫലയോരുദ്ഭവ. അവനിതെല്ലാം യാഥാർത്ഥ്യമായി സത്യമായി അനുഭവപ്പെട്ടുകൊണ്ട് തന്നെ പോകും. അവന്റെ അനുഭവ യാഥാർത്ഥ്യങ്ങൾക്ക് പൊരുത്തപ്പെടുന്ന രീതിയിൽ അവൻ പിന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, അതിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇതിൽ നിന്നുള്ള വാസ്തവമോചനം അവന് സാധിക്കത്തില്ല. ധർമാധർമ്മയോ തദ്ഫലസ്യ അനുച്ഛേദേന പ്രവൃത്തി. ഇത് അനന്തമായി അവസാനിക്കാതെ അവൻ ഈ കർമ്മമാർഗത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. വാസ്തവ ബോധരഹിതനായി. ഇതാണ് കർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്ന ദോഷമെന്നല്ല പറയുന്നത്. അങ്ങനെ ഒരിക്കലും ധരിക്കരുത്. കർമ്മം അതിന്റെ വഴിക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്ന ആ ബോധവനുണ്ടാകത്തില്ല. ഈ കർമ്മം അതും എന്താണ്? വിജ്ഞാനം വ്യതിരിക്തമായൊന്നല്ല, അതും വിജ്ഞാനത്തിന്റെ പ്രതീതിയാണ് എന്നുള്ള ബോധമില്ലാതെ അവൻ കർമ്മം ചെയ്യും. അതാണ് ഇവിടെ പറയുന്ന ദോഷം. ബന്ധമോക്ഷങ്ങളെക്കുറിച്ചെല്ലാം പ്രപഞ്ച സത്യത്തെ മുൻനിർത്തിയുള്ള ചിന്തകളായിരിക്കും അവന്റെ ഉള്ളിൽ. അവന്റെ അഭിനിവേശത്തിനനുസരിച്ചായിരിക്കും അതിനെക്കുറിച്ചുള്ള അവന്റെ സങ്കല്പങ്ങൾ, അതിനുവേണ്ടിയുള്ള അവന്റെ പ്രവർത്തനങ്ങളും അതിനനുസരിച്ചായിരിക്കും. പിന്നെ ഇതിൽ നിന്നുള്ള മോചനം എങ്ങനെ? അതിന് സമാനം പറയുന്നു. യഥാ പുനർ മന്ത്രൌഷധി വീര്യേണ ഇവാഗ്രഹാവേശവും യഥോക്ത അദ്വൈത ദർശനേന അവിദ്യ ഉദ്ഭൂത ഹേതുഫലാദീശു അപനീതോ ഭവതി തഥാ തസ്മിൻ ക്ഷീണേ നാസ്തി ഹേതുഫലോദ്ഭവ. അതുപോലെ തന്നെ ഭൂതാവേശം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയും നമ്മൾ ധരിക്കുക. അവന്റെ ബോധം എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത്? ഈ ലോകത്തോടുള്ള അവന്റെ പ്രവർത്തനവും ഈ ലോകത്തിൽ നിന്നുള്ള പ്രതിപ്രവർത്തനവും അവനെങ്ങനെയായിരിക്കും അനുഭവപ്പെടുന്നത്? ആ ഭൂതാവേശം സംഭവിച്ചിട്ടില്ലാത്തവനത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്തായാലും തന്നെപ്പോലെയല്ല അവൻ അറിയുന്നതും ചിന്തിക്കുന്നതും എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരാൾ ഭൂതാവിഷ്ഠനായി, അതാണ് ഗ്രഹാവേശം എന്ന് പറയുന്നത്. അപ്പോൾ അയാളുടെ മനോമണ്ഡലമെല്ലാം മാറി.
അയാളുടെ സങ്കല്പങ്ങളും എല്ലാം മാറി, കർമ്മങ്ങളും എല്ലാം മാറി. അയാൾ മറ്റേതോ ഒരു ഭാവത്തിലാണ്. അതിനെ മാറ്റുന്നു. എങ്ങനെ? മന്ത്ര ഔഷധി, മന്ത്രങ്ങൾ കൊണ്ടും ഔഷധി കൊണ്ടും എല്ലാം അത് മാറ്റുന്നു അയാൾ. അതിന്റെ ശക്തി കൊണ്ട്, മന്ത്ര ഔഷധി വീര്യം കൊണ്ട് അയാളിൽ നിന്ന് ആവേശത്തെ മാറ്റി. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയാം, ഒരാളുടെ മനസ്സിന്റെ സമനില പൂർണ്ണമായും മാറിപ്പോയി. അയാളുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം മാറി. അയാളുടെ ലോകം വേറൊന്നാണ്. അവിടെ മന്ത്രം കൊണ്ടോ ഔഷധി കൊണ്ടോ അതിന്റെ ശക്തി കൊണ്ട് ഗ്രഹാവേശോ യഥോ ആ ഗ്രഹാവേശം മാറി എന്നുവെച്ചാൽ അയാൾ നോർമലായി എന്ന് പറയും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അയാളുടെ അനുഭവം എന്തായിരിക്കും? ആ അനുഭവത്തെ അതാണ് അയാളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. എങ്ങനെ? ഒരാൾക്ക് ഈ ഭൂതാവേശം മാറിയില്ല. മാറുന്നതിന് മുമ്പ് നമ്മൾ അയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഭൂതാവേശം മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതുപോലെയാണ് ഈ മുമ്പ് പറഞ്ഞതായ അഭിനിവേശം മനസ്സിലുള്ളവനോട് ഈ അജാതവാദം പ്രസംഗിക്കുന്നത്. അല്ല, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതി പറയണമെങ്കിൽ വട്ട് മാറുന്നതിന് മുമ്പ് തന്നെ അയാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്താണ്? മരുന്നൊന്നും കൊടുത്തില്ല, വട്ട് മാറിയാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ. അതുകൊണ്ടെന്താ വിശേഷം? അതിന് മരുന്ന് കൊടുത്ത് അത് മാറിക്കഴിഞ്ഞാൽ ശരി, പിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല, അയാൾ ബോധിച്ചോളൂ. അപ്പോൾ അയാൾ പറയാം വട്ട് മാറിയാൽ ഇങ്ങനെയിരിക്കും. പിന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് പുസ്തകങ്ങൾ വെച്ച് ഒരുപാട് മണിക്കൂറുകൾ ക്ലാസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം മരുന്ന് കൊടുക്കാതെ അയാളെ മണിക്കൂറുകളോളം ക്ലാസ് എടുക്കുകയാണ്. എന്താണ്? വട്ട് മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. അതുപോലെ എന്നാ ഈ പറയുന്നത്, ഈ ചെയ്യുന്ന പണി മുഴുവൻ ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ എന്താ? വ്യർത്ഥം, ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. മന്ത്രൌഷധി വീര്യം കൊണ്ട് അത് മാറണം. മാറുന്നതിന് മുമ്പ് നടത്തുന്ന ഈ പ്രസംഗങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്നാണ് പറയുന്നത്. അത് എന്ത് ചെയ്യണം? അത് മാറി തന്നെ മനസ്സിലാക്കണം, എന്നാലേ പറ്റും. വട്ടിരിക്കെ വട്ട് മാറിയാലുള്ള അവസ്ഥ പിടികിട്ടത്തില്ല. എത്രയൊക്കെ ഉപദേശിച്ചാലും പിടികിട്ടത്തില്ല. ആണ് സാധാരണ പറയാനുള്ളത്. മനുഷ്യനെ ഉപദേശം കൊണ്ട് നന്നാക്കാൻ സാധ്യമല്ല. തല്ലുകൊടുത്താൽ ചിലപ്പോൾ നന്നായി മതി, ഉപദേശം കൊണ്ട് ഒരിക്കലും ശരിയാകത്തില്ല. അതുപോലെ യഥോക്ത അദ്വൈത ദർശനേന അവിദ്യാഭൂതഹേതുഫലാദേശു അപനീതേ ഭവതി. മന്ത്ര ഔഷധി വീര്യം കൊണ്ട് ഇത് മാറിക്കഴിഞ്ഞാൽ, ഉണ്ടായിരുന്ന അസുഖം മാറിക്കഴിഞ്ഞാൽ അവന് തലയ്ക്കകത്ത് നല്ല പ്രകാശം വരും, കാര്യങ്ങൾ ബോധ്യമാകുന്നു. ഇന്നലെ വരെ ഇങ്ങനെയായിരുന്നു, ഇന്നങ്ങനെയല്ല, ഇന്നാണ് എനിക്ക് ശരിയായ വെളിച്ചം വന്നത് എന്നതുപോലെ എന്താണ്? അദ്വൈത ദർശനേന അവനിൽ ആ അദ്വൈത ദർശനം സംഭവിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. എന്താ? ആത്മബോധം സംഭവിക്കണം, സത്യം അവന്റെ ഉള്ളിൽ പ്രകാശിക്കണം.
അത് എങ്ങനെ, എപ്പോ, ആര് മുഖാന്തരം എന്നൊന്നും പറയാൻ കഴിയില്ല. എങ്ങനെയായാലും അത് സംഭവിക്കണം. അതേ ഉള്ളതിന് പരിഹാരം എന്ന് പറയുന്നു. അത് ഒരുവന്റെ ഉള്ളിൽ സ്വയം പ്രകാശിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന് പരിഹാരമായി. ചില ചോദിക്കും, ചെറിയ ഡോസിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാലും നല്ലതാണ്, കുറേശ്ശെ കുറേശ്ശെ മാറത്തില്ലേ? മാറില്ലെന്നല്ല പറയുന്നത്, മാറും. കുറേശ്ശെ മരുന്ന് ക്രമമായി കഴിച്ച് കുറേശ്ശെ കുറേശ്ശെ ഇത് മാറ്റിയെടുക്കുന്നതിനാണ് ഈ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ സാധനങ്ങളും, എല്ലാ അഭ്യാസങ്ങളും എല്ലാം അതിനുവേണ്ടി തന്നെയാണ്. പക്ഷെ ആത്യന്തികമായി ഇത് മാറണം. താൻ ഭവരോഗത്തിൽ നിന്നും മുക്തനായി എന്ന് സ്വയം ബോധ്യപ്പെടണം. അതാണ് അദ്വൈത ദർശനേന അവിദ്യ ഉദ്ഭൂത ഹേതുഫലാദേശു അപനീതേ. അവിദ്യ കൊണ്ട് സംഭവിച്ചിരിക്കുന്ന ഹേതുഫലാവേശം, മുമ്പ് പറഞ്ഞ അഭിനിവേശം, ഇത് അവിദ്യയിൽ നിന്നുണ്ടായതാണ്. ഇത് മാറണം. രോഗത്തിന്റെ കാരണത്തെ ചികിത്സിച്ച് മാറ്റണം മരുന്നുകൊണ്ട്. അതുപോലെ ഈ ഭവരോഗത്തിന്റെ കാരണത്തെ, അത് അദ്വൈത അനുഭൂതി കൊണ്ട് ആ കാരണത്തെ തന്നെ നശിപ്പിക്കും. തഥാ തസ്മിൻ ക്ഷീണോ നാസ്തി ഹേതു ഫലോദ്ഭവ. അപ്പോൾ അവന് ബോധ്യപ്പെടുന്നു, അവൻ സത്യം ബോധ്യപ്പെടുന്നു. അതിനപ്പുറം പിന്നീട് അവന് ഈ ഹേതുഫലങ്ങൾ അവനെ ബന്ധിക്കുന്നില്ല. അവന് പിന്നീട് ഹേതുഫലങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുമില്ല. ഇരുട്ട് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ വെളിച്ചം മാത്രം. വെളിച്ചം നിലനിൽക്കുന്നിടത്തോളം കാലം പിന്നെ ഇരുട്ടിന്റെ പ്രസക്തിയുമില്ല. ഇതെന്താണ്? അജവും നിത്യവുമായ വെളിച്ചമാണ്. അതുകൊണ്ട് അവിടെ പിന്നീട് ഇരുട്ടിനുള്ള അവകാശമില്ല. അതുകൊണ്ട് അതുവരെ ഈ ഹേതുഫല ആവേശം അത് ദൃഢമായി ഈ ബോധത്തെ, ജീവന്മാരെ, ചിത്തത്തെ മൂടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അദ്വൈത ദർശനം കൊണ്ടേ അത് പൂർണ്ണമായി മാറത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ സ്വാനുഭൂതിയിൽ ഇത് പൂർണ്ണമായും മാറത്തുള്ളൂ. അതുവരെ ഇത് ഏറിയും കുറഞ്ഞും ഒക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ചിലരിൽ നിശേഷം കാണത്തുമില്ല. യാവത് ഹേതുഫലാവേശ താവത് ഹേതുഫലോദ്ഭവ ക്ഷീണേ ഹേതുഫലാവേശേ നാസ്തു ഹേതുഫലോദ്ഭവ യാവത് ഹേതുഫലാവേശ സംസാരസ്താവതായത ക്ഷീണേ ഹേതുഫലാവേശേ സംസാരം ന പ്രപദ്യതേ. യദി ഹേതുഫലോദ്ഭവഃ തദാ കോ ദോഷഃ ഇത്യുച്യതേ. ചോദിക്കുകയാണ്, ഇതൊക്കെ ഇങ്ങനെ തന്നെ തുടർന്നാൽ എന്താ ദോഷം? ഇങ്ങനെയൊക്കെ പോയാലും പോരെ നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്. ഇത് ഹേതുഫലോദ്ഭവം തഥാ കോ ദോഷം. ഇതുകൊണ്ട് എന്താ ദോഷം? ഹേതുഫലോദ്ഭവം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ സങ്കല്പങ്ങൾ, ബന്ധമോക്ഷങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, അതൊന്നിവിടെ ആചാര്യൻ വെളിപ്പെടുത്തിയ രീതിയിലല്ല. മറിച്ച് മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ അഭിനിവേശം അനുസരിച്ചിട്ടാണ്. ഇതിങ്ങനെ തന്നെ തുടർന്നാൽ എന്താ ദോഷം എന്നാണ് ചോദിക്കുന്നത്.
ഇത്യുച്ഛത എന്ന് പറഞ്ഞാൽ അതിന് സമാധാനം പറയുന്നു. യാവത് സമ്യക് ദർശനേന ഹേതുഫലാവേശോ ന നിവർത്തതേ അക്ഷീണ സംസാര താവതായതോ ദീർഘോ ഭവതീത്യർത്ഥഃ. യാവത് സമ്യക് ദർശനേന, ഇവിടെ നമ്മുടെ ആചാര്യൻ വെളിപ്പെടുത്തുന്ന സമ്യക് ദർശനം, സത്യദർശനം, അതൊന്നു മാത്രമേ ഉള്ളൂ ആത്യന്തികമായി ഇതിൽ നിന്നും മോചനം നേടുന്നത്. അതിൽ നിന്നും ആ ദർശനം കൊണ്ട് ഹേതുഫലാവേശോ ന നിവർത്തന്തേ, അതുകൊണ്ട് നമ്മുടെ ഇന്നുള്ള ഈ സങ്കല്പങ്ങൾ മാറുന്നില്ല എങ്കിൽ, ഇന്നത്തെ അവസ്ഥയിൽ നിന്നൊരു മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ അക്ഷീണ, ഇതിങ്ങനെ അവസാനിക്കാതെ തുറന്നുകൊണ്ടേ, ഈ അവസാനിക്കാത്ത കാലദേശങ്ങളിൽ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. അക്ഷീണമായി ക്ഷീണിക്കാതെ സംസാര താവത് ആയതേ, ഈ സംസാരം ആയതമായിരിക്കും എന്ന് പറഞ്ഞാൽ ദീർഘോ ഭവതി, ഇത് അവസാനമില്ല, ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. സംസാരം എന്ന് പറയുമ്പോൾ എന്താ? ഇന്നുള്ള ഈ സങ്കല്പങ്ങൾ, നമ്മൾ മാറ്റാൻ ശ്രമിച്ചിട്ടും മാറ്റാൻ കഴിയാത്ത ഈ സങ്കല്പങ്ങൾ, സത്യദർശനത്തെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കൽ, സ്വബോധം പ്രകാശിക്കാതിരിക്കൽ, അത് തന്നെ, അത് ആണ് സംസാരം. അതിങ്ങനെ ദീർഘോഭവതി, അത് തുറന്നുകൊണ്ടേയിരിക്കും. ക്ഷീണേ പുനർഹേതുഫലാവേശേ സംസാദന്ന പ്രബദ്ധ്യതേ. ഹേതുഫലാവേശം എന്ന് പറഞ്ഞതായി അഭിനിവേശം, മനസ്സിന്റെ ഇപ്പോഴുള്ള ആ ദൃഢത, അത് സത്യത്തിൽ വരാതിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇതിനെ സ്വയം ഒഴിവാക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതിങ്ങനെ തുടരുന്നു. പക്ഷെ ക്ഷീണേ, ഇത് ക്ഷീണിച്ചാലോ, ഇത് അവസാനിച്ചാലോ, തത്വബോധം കൊണ്ട് ഇത് മാറിയാലോ, സംസാരം എന്ന പ്രബദ്ധതേ, പിന്നെ അവന് സംസാരം അനുഭവപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അവന് ഇന്ന് അനുഭവപ്പെടുന്നത് പോലെയുള്ള ഒരു സത്യപ്രപഞ്ചം അവന് അനുഭവപ്പെടുന്നില്ല. അനുഭവപ്പെടുന്ന ഈ സത്യപ്രപഞ്ചം, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഈ സത്യത്വം, അതാണ് സംസാരം എന്ന് പറയുന്നത്. അതാണ് സർവ്വ പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്നത്. അത് എന്ന പ്രബദ്ധ്യത തുടർന്ന് അവൻ അനുഭവപ്പെടുന്നില്ല. ഇന്നുള്ള അവന്റെ എല്ലാ അനുഭവങ്ങളിൽ നിന്നും അവൻ മുക്തനായിത്തീരുന്നു. എന്തുകൊണ്ട്? കാരണാഭാവ, ഇതിന് കാരണമായിരിക്കുന്ന അവന്റെ ആ അജ്ഞാനം, അവിദ്യ, അവിവേകരാഹിത്യം, അത് ഇല്ലാതായിരിക്കുന്നു, പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. അതാണ് ക്ഷണേ പുനർഹേതുഫലാവേശേ സംസാരം ന പ്രബദ്ധ്യതേ കാരണാഭാവ. ഉള്ള കാരണം നിലനിൽക്കാത്തതുകൊണ്ട്. അപ്പോൾ ഇവിടെ സംസാരം അവസാനിക്കുന്നതിനുള്ള വഴി, അതാണ് ഇവിടെ ആചാര്യൻ പറഞ്ഞവസാനിപ്പിച്ചത്. യാവത് ഹേതുഫലാവേശ സംസാരസ്താവദായത ക്ഷീണേ ഹേതുഫലാവേശേ സംസാരം ന പ്രപദ്യതേ. ശിഷ്യേ